നമസ്കാരം. കൗണ്ടർ പാർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ചരിത്രകാരനും പണ്ഡിതനും ഒക്കെയായ ഡോക്ടർ എം ജി ശശിഭൂഷണാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ശബരിമലയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. നമ്മുടെ ശബരിമലയിലെ സങ്കല്പം എന്താണെന്ന് ആദ്യം അറിയണം. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ 108 ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണെന്നാണ് പരമ്പരാഗതമായി മലയാളികൾ വിശ്വസിക്കുന്നത്. അവർ ശൗര്യമല എന്നാണ് പഴയ കാലത്ത് ശബരിമലയെ പറഞ്ഞിരുന്നത്. ശൗര്യമല. ആ 108 അയ്യപ്പൻ കാവുകളിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനാണ്. ആ അയ്യപ്പൻ്റെ പരമഭക്തനായ ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന രാജാവ് പിന്നീട് ഈ ശബരിമലയിലെ ക്ഷേത്രം ഏതോ ഒരു കാലത്ത് നശിപ്പിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തിനെ പുനരുദ്ധരിച്ചു എന്നാണ് നമ്മുടെ ഐതിഹ്യം. ആ പുനരുദ്ധരിക്കപ്പെട്ട പുതിയ അയ്യപ്പ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ട ശേഷം അയ്യപ്പൻ്റെ പരമഭക്തനായ മണികണ്ഠ രാജകുമാരൻ അവിടെ തന്നെ സമാധിയായി, ജീവസമാധി ആയി. അപ്പോൾ ആ സമാധിയായി അയ്യപ്പന് ഭക്തനായ മണികണ്ഠനെയും ആ വിഗ്രഹത്തിൽ ആ മണികണ്ഠനെയും സങ്കല്പിച്ചുകൊണ്ട് വേണം പൂജാവിധികൾ എന്ന് പിൽക്കാലത്ത് തീരുമാനിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ശാസ്താവെന്ന് പറയുന്നത് അതിപുരാതനമായ ഒരു സങ്കല്പം. ആ പുരാതനമായ സങ്കല്പത്തിന് അയ്യപ്പനും ശാസ്താവെന്നും പറയുന്നത് രണ്ടും ഒരാൾ തന്നെയാണ്. ഞാൻ രണ്ടും ഒരാളാണെന്ന് പറയാൻ കാരണം ഏറ്റവും പ്രാചീനമായ പരാമർശം എന്ന് പറയുന്നത് തിരുവല്ല ചെപ്പേടുകളിലാണ്. തിരുവല്ല ചെപ്പേട് എന്ന് പറയുന്നത് രേഖകളാണ്. അതെ, തിരുവല്ല ചെപ്പേടുകൾ എന്ന് പറയുന്നത് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തെ പറ്റിയുള്ള ചെമ്പോലകളെയാണ് തിരുവല്ല ചെപ്പേടുകൾ എന്ന് പറയുന്നത്. അത് 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള പല കാലങ്ങളിലായി ഉണ്ടാക്കപ്പെട്ടവയാണ്. അതിനകത്ത് ക്ഷേത്രത്തിലെ പതിവുകളെപ്പറ്റിയും ക്ഷേത്ര സ്വത്തുകളെപ്പറ്റിയും ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളെപ്പറ്റിയും ക്ഷേത്രങ്ങളിലെ മൂർത്തികളെപ്പറ്റിയുമാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഉപദേവനായിട്ടുള്ള അവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ്, ശ്രീവല്ലഭൻ. അതുകൂടാതെ അവിടെ ഉപദേവനായിട്ട് ശാസ്താവ് ഉണ്ട്. ശാസ്താവിൻ്റെ 2 പ്രതിഷ്ഠകളുണ്ട്. അതിനെപ്പറ്റി പറയുമ്പോൾ അയ്യപ്പൻ ശാസ്താവെന്നാണ് പറയുന്നത്. അയ്യപ്പൻ ശാസ്താവെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ മൂർത്തിക്ക് അയ്യപ്പനെന്നും പേരുണ്ട്, ശാസ്താവെന്നും പേരുണ്ട്. അതുകൊണ്ടാണ് അയ്യപ്പൻ ശാസ്താവ് എന്ന പേര് പരാമർശിക്കുന്നത്. അത് കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ടിൽ കന്യാകുമാരിയിലെ ഗുഹാനാഥസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് കന്യാകുമാരിയിലെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ്. അവിടെ ഗുഹാനാഥ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി എന്ന് പറയുന്നത് ശിവനാണ്. അതുകൂടാതെ അവിടെ ഉപദേവനായിട്ട് അയ്യപ്പൻ ഉണ്ട്. അവിടെ ഒരു ലിഖിതത്തിൽ പറയുന്നത് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ വേദിയ ചാത്തൻ എന്നാണ്. ഞാൻ ആ ലിഖിതം മുഴുവൻ പറയുന്നില്ല. അതിലെ പ്രസക്തമായ പരാമർശം ഇങ്ങനെയാണ്: അയ്യപ്പൻ വേദിയ ചാത്തൻ. അതാണ് ഞാൻ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത്. അയ്യപ്പൻ എന്ന ബ്രാഹ്മണരുടെ ശാസ്താവ്. വേദിയൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ. വേദം കൈകാര്യം ചെയ്യുന്നവനാണ് വേദിയൻ. വേദങ്ങൾ ഏതൊക്കെയാണ്? 4 വേദങ്ങൾ. ഋഗ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദം. അപ്പോൾ ബ്രാഹ്മണരുടെ ശാസ്താവും അബ്രാഹ്മണരുടെ അയ്യപ്പനും ഒന്നാണ്. ഇതാണ് ആ ലിഖിതം പറയുന്ന അല്ലെങ്കിൽ ലിഖിതം നൽകുന്ന സൂചന. ഇത് കൂടാതെ തെക്കേ ഇന്ത്യയിൽ ആർക്കാട് പ്രദേശങ്ങളിൽ
സൗത്ത് ആർക്കാടും നോർത്ത് ആർക്കാടും ഉണ്ട്. തൊട്ടടുത്ത് കിടക്കുന്ന കടലൂർ എന്ന് പറയുന്ന ജില്ലയിലും അനേകം അയ്യനാർ ക്ഷേത്രങ്ങളുണ്ട്. വാസ്തവത്തിൽ ഈ അയ്യനാർ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പോയിട്ടുണ്ട്, ഇവിടെയൊക്കെ പോയിട്ടുള്ള ആളാണ്. വലിയ കൂറ്റൻ പ്രതിമകളാണ് അവിടെ അയ്യനാർ സ്വാമിക്ക് ഉള്ളത്. അത് വന്യർ എന്ന് പറയുന്ന ഒരു സമുദായത്തിൻ്റെ ക്ഷേത്രങ്ങളാണ് അത് പലതും. ഈ വന്യർ എന്ന് പറഞ്ഞാൽ അവർ തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ കക്ഷി തന്നെയുണ്ട്, പട്ടാളി മക്കൾ കക്ഷി അവരുടെയാണ്. ഈ വന്യരുടെ കുലദൈവമാണ് ആര്? അയ്യനാർ. ആ അയ്യനാറിനെ ഇപ്പോൾ അവർ പറയുന്നത് അയ്യപ്പനാർ എന്നാണ്. കാരണം ശബരിമലയുടെ സ്വാധീനം കൊണ്ട്. ഇത് മാത്രമല്ല, അവിടെ ശബരിമല അയ്യപ്പൻ്റെ ഒരു പടവും മിക്ക അയ്യനാർ ക്ഷേത്രങ്ങളിൽ അവർ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാലത്ത് തെക്കേ ഇന്ത്യയിൽ മുഴുവൻ വളരെ പ്രശസ്തിയുള്ള പ്രചാരമുള്ള ഒരു ഈശ്വര സങ്കല്പമായിരുന്നു അയ്യനാർ. ഈ അയ്യനാർ തന്നെയാണ് അയ്യപ്പൻ, ഈ അയ്യപ്പൻ തന്നെയാണ് ശാസ്താവ്. ഇനി ഉത്തരേന്ത്യയിൽ ഞാനിങ്ങനെ അന്വേഷണങ്ങൾ നടത്തിയ സമയത്ത് ഞാൻ മ്യൂസിയങ്ങളിലെ പ്രതിമകൾ പഠിച്ചിട്ടുള്ള ആളാണ്. അത് അലഹബാദ് മ്യൂസിയം ഉണ്ട്, മധുര മ്യൂസിയം ഉണ്ട്, കൽക്കട്ടയിലെ നാഷണൽ മ്യൂസിയം ഉണ്ട്, ഇന്ത്യൻ മ്യൂസിയം, അതുപോലെ ഡൽഹിയിലെ നാഷണൽ മ്യൂസിയം ഉണ്ട്, ബോംബെയിലെ ഈ പ്രിൻസ് ഓഫ് വെയിൽസ് മ്യൂസിയം എന്നായിരുന്നു പണ്ടത്തെ പേര്, ഇപ്പോൾ ഛത്രപതി ശിവജി മ്യൂസിയം. ഇവിടെയൊക്കെ തന്നെ നമുക്ക് രേവന്ത എന്ന് പറയുന്ന ഒരു മൂർത്തിയുടെ പ്രതിമകൾ കാണാം. ഇതും അയ്യപ്പൻ തന്നെയാണ്. കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ പ്രതിമകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ രേവന്തയാണെങ്കിലും ശാസ്താവാണെങ്കിലും അയ്യനാറാണെങ്കിലും പല പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മൂർത്തിയാണ്. ഈ മൂർത്തി പലരും വിചാരിക്കുന്നത് പോലെ ബുദ്ധനല്ലേ അല്ല. രണ്ട്, ഈ മൂർത്തി ഒരു ദ്രാവിഡ ദേവതയുമല്ല. കാരണം ആര്യൻ എന്നുള്ള വാക്കിൽ നിന്നാണ് അയ്യൻ വന്നത്. അയ്യനാർ എന്ന് പറഞ്ഞാൽ പൂജക ബഹുവചനവും കൂടി അയ്യൻ പ്ലസ് ആർ, അയ്യനാർ. ശാസ്താവ് എന്ന് പറഞ്ഞാൽ ശാസിക്കുന്നവൻ എന്നാണ് അർത്ഥം, നിരുക്തം എടുക്കുമ്പോൾ. അതായത് ഡിവൈൻ ടീച്ചർ ആണ് ശാസ്താവ്. ആര്യ ആണ് ആര്? അയ്യനാർ. കുതിരയാണ് വാഹനം. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന പ്രധാന ഒരു ആശയം എന്താന്ന് പറഞ്ഞാൽ, ഈ ഹാരപ്പൻ ജനതയ്ക്ക് കുതിര ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു, കുതിരയെ മെരുക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. ഹാരപ്പൻ ജനതയ്ക്ക് കാളയെ മെരുക്കാൻ അറിയാം, പക്ഷെ കുതിരയെ മെരുക്കാൻ അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞ് അവരെ ആര്യൻ ജനത, കുതിരപ്പുറത്ത് വന്ന ആളുകൾ പരാജയപ്പെടുത്തി എന്നാണ് പഴയ കാലത്ത് ഇംഗ്ലീഷുകാർ നമ്മളെ പഠിപ്പിച്ചത്. ഇപ്പോൾ ആര്യൻ ആക്രമണം എന്ന് പറയുന്ന കഥ തെറ്റാണ് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ആര്യൻ മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് എവിടുന്ന് വരാനാണ്? അത് അവരെ നരവംശാസ്ത്രം അനുസരിച്ച് കോക്കസോയിഡ് എന്നാണ് പറയുന്നത്. മെഡിറ്ററേനിയൻസ് ആണ് ദ്രാവിഡർ, മധ്യേഷ്യയിൽ നിന്ന് വന്നവർ. അതുപോലെ തന്നെ അസർബൈജാൻ തുടങ്ങിയ റഷ്യ തുടങ്ങിയ ബ്ലാക്ക് സീയുടെ ആ ഭാഗത്ത് ഉള്ള ഒരു ജനതയും ഏതോ ഒരു കാലത്ത് ഇന്ത്യയിൽ വന്നിരിക്കാം എന്ന് വാദിക്കുന്നവരുണ്ട്. അവർ പറയുന്നത് അവർ കോക്കസോയിഡ് വംശജർ, ആന്ത്രപ്പോളജിസ്റ്റുകൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ കോക്കസോയിഡുകാരും മെഡിറ്ററേനിയൻകാരുടെയും അസ്ഥികൂടങ്ങൾ നമുക്ക് ഈ പറയുന്ന ഹാരപ്പൻ അവശിഷ്ടങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്. കൂടുതലും മെഡിറ്ററേനിയൻ അസ്ഥികൂടങ്ങളാണ്. അപൂർവമായിട്ട് കോക്കസോയിഡ് അസ്ഥികൂടങ്ങളും കണ്ടിട്ടുണ്ട്. തീർന്നില്ല, യാഗകുണ്ഡങ്ങളും നമുക്ക് ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽ നിന്ന് കണ്ടിട്ടുണ്ട്. യാഗം എന്ന് പറയുന്നത് വൈദിക കാലഘട്ടത്തെ ആണല്ലോ. അപ്പം രണ്ടിൻ്റെയും കൂടെ കാണുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ ഈ ആര്യൻ ആക്രമണം എന്ന് പറയുന്നത് ഇപ്പോൾ അതേപോലെ ആരും ചരിത്രകാരന്മാർ ആവർത്തിക്കാറില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുക, ജനോം തിയറി വന്നപ്പോൾ തന്നെ കഴിഞ്ഞ 2 ലക്ഷം വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയിലേക്ക് അങ്ങനെ ഒരു ഇൻവേഷൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മൈഗ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. പല കാലങ്ങളിൽ പല പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പോളിനേഷ്യൻ വംശജർ വന്നിട്ടുണ്ട്, അവരാണ് ആസ്ട്രലോയിഡുകൾ. ആഫ്രിക്കയിലെ നെഗ്രിറ്റോ വംശജർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ പോലെ ഭൂഖണ്ഡങ്ങൾ പോലും വേർതിരിഞ്ഞ് കടന്നിരുന്നില്ല.
കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഭൂഖണ്ഡങ്ങളൊക്കെ വളരെ അടുത്തടുത്ത് കടന്നിരുന്നു. അപ്പോൾ നെഗ്രിറ്റോസിൻ്റെ അസ്ഥികൂടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആസ്ട്രലോയിഡുകളുടെ കിട്ടിയിട്ടുണ്ട്, ഈ പറഞ്ഞ കോക്കസോയിഡ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം തിരുനെൽവേലിയിലെ ആദിച്ചനെല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ആര്യന്മാരുടെ കാലത്തുണ്ടായിരുന്ന വ്രാത്യന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ കുലദൈവമായിരുന്നു ഇന്നത്തെ ഈ ശാസ്താവ്. അത് മാത്രമല്ല, ശാതവാഹനന്മാരെന്ന് പറയുന്ന രാജാക്കന്മാർ, ഭരണാധികാരികളെ അയ്യപ്പനെ പൂജിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവുണ്ട്. അപ്പോൾ ഇതൊരു പാൻ ഇന്ത്യൻ ദൈവമാണ്. കേരള ദൈവവുമല്ല, കേരളത്തിനും തമിഴ്നാടിനും മാത്രം അവകാശപ്പെട്ട ദൈവമല്ല, ഒരു പാൻ ഇന്ത്യൻ ദൈവമാണ് അയ്യപ്പൻ. അപ്പോൾ മഹാവിഷ്ണുവിനെയും ശിവനെയും ഒക്കെ പോലെ തന്നെ. അതെ, അത്രയും പ്രാധാന്യമില്ല, ഒരു എങ്ങനെ ഒരു എന്ന് വേണം നമ്മളെ ഈ പ്രതിമകൾ. ഞാൻ പറയുന്നത് പ്രതിമകളെ മുൻനിർത്തിയാണ്. അപ്പോൾ ഈ പ്രാത്യന്മാരുടെ ദേവതയാണ് അയ്യനാർ എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഹെൽസിങ്കി സർവകലാശാലയിലെ പ്രൊഫസറായിരുന്ന ഭാഷാശാസ്ത്രജ്ഞനായ ആസ്കോ പർപ്പോളയാണ്. അദ്ദേഹം അത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. മദ്രാസിലെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം തമിഴരോട് പറയുകയാണ്, ഇത് ദ്രാവിഡ ദേവതയൊന്നുമല്ല, പിന്നെയോ ഇതൊരു പാൻ ഇന്ത്യൻ ദേവതയാണെന്ന് പറയുകയാണ്. അത് അവർ പ്രസിദ്ധീകരിച്ചു. കാരണം ഡോക്ടർ ആസ്കോ പർപ്പോളയാണ് ഡിസൈഫറിങ് ഇൻഡസ്ക്രിപ്റ്റ് തയ്യാറാക്കിയത്. അതായത് ഇൻഡസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിച്ച ആളാണ് ഈ ആസ്കോ പർപ്പോള. അദ്ദേഹമാണ് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്നത് വ്രാത്യന്മാരുടെ ദേവതയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇടയിൽ ചരിത്രവും മിത്ത് അഥവാ പുരാവൃത്തവും ഐതിഹ്യം അഥവാ ലെജൻഡും എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞു കിടക്കുകയാണ്. ആദ്യമായിട്ട് ഭക്തന്മാരും ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ജിജ്ഞാസുക്കളായിട്ടുള്ളവരും ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇഴകളെ വേർപിരിക്കുക. ഈ അയ്യപ്പൻ്റെ കഥയിലൊരു പുരാവൃത്തമുണ്ട്, അയ്യപ്പൻ്റെ ഇതിനകത്തൊരു ചരിത്രവുമുണ്ട്. ഈ ചരിത്രവും പുരാവൃത്തവും ഐതിഹ്യവും ആദ്യം നമ്മൾ വേർതിരിക്കണം. നമുക്കിനി വാവരിലേക്ക് വരാം. അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഭക്തനെ പറ്റി, പഴയ അയ്യപ്പൻ, അതായത് പ്രാത്യന്മാരുടെ കാലത്ത് ആരാധിച്ചിരുന്ന അയ്യപ്പൻ, അതുപോലെ തന്നെ കുറച്ചുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ ശാതവാഹനന്മാരുടെ കാലത്ത്, പല്ലവന്മാരുടെ കാലത്ത്, ചോളന്മാരുടെ കാലത്ത് അവരൊക്കെ ആരാധിച്ചിരുന്ന ആ അയ്യപ്പന് വാവരില്ലല്ലോ. ഇല്ല, വാവരില്ല, ഒരു തർക്കവുമില്ല. ആ അയ്യപ്പൻ്റെ 108 ആരാധനാലയങ്ങളിൽ ഒന്നാണ് ശബരിമല അല്ലെങ്കിൽ ശൗര്യമല. അത് ഈ പരശുരാമൻ സ്ഥാപിച്ചത്. അങ്ങനെ അതങ്ങനെ പരശുരാമൻ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലെജൻഡാണ്, സീക്രട്ട് ലെജൻഡാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ചരിത്രാതീത കാലത്തെ ഉള്ള, അതായത് അതിൻ്റെ സൃഷ്ടാവ് ആരാണെന്ന് അറിഞ്ഞുകൂടാ. 108 ശിവക്ഷേത്രങ്ങളും 108 ദേവീക്ഷേത്രങ്ങളും, പിന്നെ ദുർഗാക്ഷേത്രങ്ങളും 108 ശാസ്താക്ഷേത്രങ്ങളും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ചരിത്രാതീത കാലത്ത് ഉണ്ടായിരുന്ന 108 ക്ഷേത്രങ്ങൾ. ആ 108 ക്ഷേത്രങ്ങളിൽ പറയുന്ന അയ്യപ്പൻ ശാസ്താവ്, ആ ശാസ്താവ് എന്ന് പറയുന്ന അത് അന്നതൊരു കോമൺ വർഷിപ്പിംഗ് പ്ലേസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ അയ്യപ്പനെ അന്ന് ഇന്നത്തെ ഹിന്ദുക്കളും, അന്ന് ഹിന്ദു എന്നുള്ള പേരില്ല, സനാതന ധർമ്മ വിശ്വാസികളും ബുദ്ധമതക്കാരും ജൈനമതക്കാരും ആരാധിച്ചിരുന്നു. എല്ലാവരും ആരാധിച്ചു. അങ്ങനെ കോമൺ വർഷിപ്പിംഗ് പ്ലേസസ് ഇന്ത്യയിലുണ്ട്. നമുക്കത്, ഞാനിത് പഠിച്ചിട്ട് പറയും, ഞാനിത് ഒരു ജിജ്ഞാസുവായിട്ട് നടന്ന് പറയുകയാണ് അന്വേഷിച്ചിട്ട്. ഇപ്പോൾ ഡാർജിലിങ്ങിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ അവലോകിതേശ്വരനായിട്ട് ആദ്യം ഒരു ലാമ വന്ന് പൂജിക്കും. അതേ വിഗ്രഹത്തെ ലാമ പോകുന്നില്ല, ലാമ അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് അതേ വിഗ്രഹത്തെ ശിവനായിട്ട് പൂജിക്കും. ഡാർജിലിങ്ങിൽ ഇപ്പോഴും നടക്കുന്ന കാര്യമാണ്. നഗരത്തിൻ്റെ മധ്യത്തിലുള്ള വലിയ ക്ഷേത്രം. ഇതുപോലെ തന്നെ ഗയ, ബീഹാറിൽ, അവിടെയും ബുദ്ധനായിട്ട് പൂജിക്കും. ആര് പൂജിക്കും?
ബുദ്ധമത ഭിക്ഷു. അതേ ബുദ്ധനെ തന്നെ നേരത്തെ പൂജിച്ചുകൊണ്ടിരുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ്. അതാരാ പൂജിച്ചിരുന്നത്? ബ്രാഹ്മണൻ. ഇങ്ങനെ കോമൺ വർഷിപ്പിംഗ് പ്ലേസസ് ഉണ്ട്. അതിലൊന്നായിരുന്നു ശബരിമല. അപ്പോൾ അവിടെ ഒരുപാട് ബുദ്ധ മതവുമായി ബന്ധപ്പെട്ട തീർത്ഥാടന സമ്പ്രദായങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. ഇപ്പം ശരണം വിളികൾ, സാധാരണ സനാതനധർമ്മത്തിലെ തീർത്ഥാടകർക്ക് ഈ ശരണം വിളികളില്ല. തീർച്ചയായിട്ടും അത് ബുദ്ധമത തീർത്ഥാടകർക്ക് ഉള്ളതാണ്. പക്ഷെ നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കുന്നത് പോലെ ഒരു സെപ്പറേറ്റ് റിലിജിയൻ അല്ലായിരുന്നു ഈ ബുദ്ധമതം. ജൈനമതം ഒരു സെപ്പറേറ്റ് റിലിജിയൻ അല്ല. അതായത് ഇന്നിപ്പോൾ ഹിന്ദുമതത്തിൽ തന്നെ അമൃതാനന്ദമയിയുടെ വിശ്വാസക്കാരുണ്ട്. ഇന്ന് അതുപോലെ തന്നെ ചിന്മയാനന്ദ പ്രസ്ഥാനത്തിലുള്ളവരുണ്ട്. ഇന്ന് അതുപോലെ സായിബാബ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, ഷിർദി ബാബയിൽ വിശ്വസിക്കുന്നവരുണ്ട്. എല്ലാവരും ഒരു അംബർലയുടെ കീഴിലാണ്. എന്ന് പറയുന്നത് പോലെ സനാതനധർമ്മം എന്ന് പറയുന്ന ഒരു കുടയുടെ കീഴിൽ ഒന്നിച്ചു നിൽക്കാൻ ഒരു വിഷമവും ഇല്ലാത്ത ആളുകളായിരുന്നു ഈ പറയുന്ന ബുദ്ധമതക്കാരും, ഈ പറയുന്ന ജൈനമതക്കാരും, ഈ പറയുന്ന ശാക്തേയരും, ഈ പറയുന്ന ശൈവരും, ഈ പറയുന്ന വൈഷ്ണവരും. അക്കാലത്തെ ഒരു കോമൺ വർഷിപ്പിംഗ് സെൻറ്റർ അല്ലെങ്കിൽ പ്ലേസ് ആയിരുന്നു ശബരിമല. അപ്പോൾ ഈ കോസംബിയൊക്കെ പറയുന്നത് പോലെ ബുദ്ധമത അല്ലെങ്കിൽ ബുദ്ധ സന്യാസിമാരെ അടിച്ചോടിച്ചിട്ട് ശാസ്ത്രവാക്കി എന്നൊക്കെയുള്ള കഥ കെട്ടുകഥയാണ്. ബുദ്ധമതവും പിൽക്കാലത്ത് ഈ പറയുന്ന വൈഷ്ണവ ഭക്തി പ്രസ്ഥാനവും ശൈവ ഭക്തി പ്രസ്ഥാനവും തമ്മിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്രചരിപ്പിക്കുന്ന കഥകളിൽ അതിശയോക്തികളും ഉണ്ട്. ഞാൻ ഇതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് പറയുന്നില്ല. ഉദാഹരണത്തിന് ശങ്കരാചാര്യരെ തന്നെ അദ്ദേഹം വാദപ്രതിവാദം നടത്തുന്നത് ആരൊക്കെയായിട്ടാണ്? കാപാലിക ശൈവമതവുമായിട്ടാണ് അദ്ദേഹം ആദ്യം വാദപ്രതിവാദം നടത്തിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം മണ്ഡനമിശ്രനുമായിട്ട് വാദപ്രതിവാദം നടത്തുന്നുണ്ട്. അവസാനം ശൈവമതം തന്നെ 5 or 6 വിഭാഗങ്ങളുണ്ട്. ലഘുലീശന്മാരുണ്ട്, കാപാലികന്മാരുണ്ട്, പാശുപതന്മാരുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കൂട്ടരുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല അവാന്തര വിഭാഗക്കാരുണ്ട് ഓരോ മതത്തിനും. ഇപ്പോൾ വൈഷ്ണവ മതം തെങ്കലയുണ്ട്, വടങ്കലയുണ്ട്, ആനയുടെ കുറി പോലും വ്യത്യാസമായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു വിശാലമായൊരു ബ്രോഡർ കൺസെപ്റ്റിനകത്ത് വരുമ്പോൾ ഇതൊന്നായിരുന്നു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പൂജയുടെ ക്രമത്തെപ്പറ്റി ആചാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് പൊതുവായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യമായിരുന്നു, ലക്ഷ്യസ്ഥാനമായിരുന്നു ശബരിമല എന്ന് പറയുന്നത്. ഞാൻ വെറുതെ ഊഹിക്കുന്നതല്ല. ശബരിമലയെ പറ്റിയുള്ള ബന്ധമില്ല, സത്യത്തിൽ ശബരിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ആ ശബരിമലയിൽ നമ്മൾ രാമായണത്തിൽ കഥ പറയുന്നതിനകത്തെ ശബരി എന്ന് പറയുന്നത് അത് കിഷ്കിന്ധയ്ക്ക് അടുത്താണ്. അതായത് ഇന്നത്തെ ഹംപിക്കടുത്താണ്. ഇന്നത്തെ ഹംപി എന്ന് പറഞ്ഞാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ തുംഗഭദ്ര നദി ഒഴുകുന്ന സ്ഥലത്തുള്ള ആ പ്രദേശമാണ് ഹംപി. അപ്പോൾ ശബരിയുടെ സ്ഥലം എന്ന് പറയുന്നത് അതിനടുത്ത് എവിടെയോ ആണ്. ഇത് ശബരിയുടെ സ്ഥലമേ അല്ല. അത് പിന്നീട് ഈ കഥകളിങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടും. ഇങ്ങനെ ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പവിത്രത വളരെ ഗംഭീരമാണെന്ന് തിരിച്ചു വന്ന് നാട്ടുകാരോട് പറയണം. അങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെയുള്ളൊരു പുണ്യസ്ഥലമാണെന്ന് പറയുന്നു. പക്ഷെ വേറെ തരത്തിൽ ഇവിടെ പുണ്യസ്ഥലമാണ്. എങ്ങനെ? അനേകായിരം തീർത്ഥാടകന്മാർ വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോൾ ഇവിടെ മലകൂടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തെപ്പറ്റി ഹുയാൻസാങ്ങിൻ്റെ വിവരണത്തിൽ പറയുന്നുണ്ട്. അത് അഗസ്ത്യകൂടമാണെന്ന് ഇന്ന് ഏതാണ്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. തിരുവനന്തപുരത്തിന് കിഴക്ക് വശത്തുള്ള അഗസ്ത്യകൂടം. അതുപോലെ TK ജോസഫ് എന്ന് പറയുന്ന ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്, കേരളത്തിലെ പഴയ പുരാതന കാലത്തെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അഗസ്ത്യകൂടവും ഒന്ന് ശബരിമലയുമാണ്. അദ്ദേഹം ഒരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. 2 ശബരിമലകൾ, അഗസ്ത്യകൂടത്തിനെ ഒരു ശബരിമലയായിട്ടാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരിക്കുന്നത്. ചുരുക്കം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ കോമൺ വർഷിപ്പിംഗ് പ്ലേസസ് ഉണ്ടായിരുന്നു. അതിലൊരു പ്രശസ്തമായ കോമൺ വർഷിപ്പിംഗ് പ്ലേസസ് ആയിരുന്നു ശബരിമല. ഇപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആ ശബരിമലയിൽ ശൈവമെന്നോ ശാക്തേയമെന്നോ വൈഷ്ണവമെന്നോ ബൗദ്ധമെന്നോ
ജൈനമെന്നോ ഉള്ള ഭേദമില്ലാതെ ഭക്തന്മാരെ ഒരേ സമഭാവനയോടെ വരാവുന്ന ആശ്രയിക്കാവുന്ന ഒരു ഡേറ്റി. അതാണ് നൂറ്റാണ്ടുകൾ കൊണ്ട് അയ്യപ്പൻ എന്ന് പറയുന്ന സങ്കല്പത്തിന് വന്ന ഒരു പരിണാമം. ഈ പരിണാമത്തെ തുടർന്ന് അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പഴയ ചില ദ്രാവിഡ രീതിയിലുള്ള ആചാരങ്ങളും മലദൈവങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കറുപ്പസ്വാമി അങ്ങനെ ചില സങ്കല്പങ്ങൾ അവരെയൊക്കെ എന്തു ചെയ്തു? അവരെ ആട്രിബ്യൂട്ട് ചെയ്തു അയ്യപ്പൻ്റെ അനുയായികളായിട്ട്. ഈ ആട്രിബ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് വാവരെയും ഒരു അനുയായിയായിട്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ അയ്യപ്പ ഭക്തന്മാർ ആട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് വാവർ ഇസ്ലാം എന്നൊരു മതം പറയാം. നമ്മുടെ നാട്ടിലെ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു 9-ാം നൂറ്റാണ്ടിലൊക്കെ വരുന്നുണ്ട്. ഇസ്ലാം വരുന്നുണ്ട് 12-ാം നൂറ്റാണ്ടിൽ. ഇപ്പം മാടായി പള്ളിയെ പറ്റി നമുക്കറിയാം, അല്ലെങ്കിൽ കൊല്ലം പന്തലായിനി കൊല്ലത്തെ മുസ്ലിം പള്ളിയെ പറ്റിയൊക്കെ അറിയാം. പക്ഷേ വളരെ കൗതുകകരമായ കാര്യം, കൊല്ലത്തുള്ള തരിസാപ്പള്ളി എന്ന് പറയുന്നത് ഒരു കോമൺ വർഷിപ്പിംഗ് സെൻ്റർ ആയിരുന്നു. ആരുടെ? ഇസ്ലാമിൽപ്പെട്ടവരുടെയും ക്രൈസ്തവരുടെയും പാഴ്സികളുടെയും എല്ലാവരുടെയും. ഇത് കെ ശിവശങ്കരൻ നായർ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്ന ആർഗ്യുമെൻ്റാണ്. ഇപ്പോൾ കോമൺ. പക്ഷേ പിന്നീട് അത് ക്രൈസ്തവരുടെ ഭൂരിപക്ഷം ക്രൈസ്തവരായിരുന്നു. അങ്ങനെ വരുവാൻ ക്രൈസ്തവ പ്രമാണിയുടെ മാത്രം പള്ളിയായിട്ട് മാറുകയാണ്. ശിവശങ്കരൻ നായർ എന്ന ചരിത്രകാരൻ പറയുന്നത് വെള്ളിയാഴ്ച ഇസ്ലാമിൻ്റെ ആരാധനാലയവും ഞായറാഴ്ച ക്രൈസ്തവരുടെ ആരാധനാലയവും ശനിയാഴ്ച പാഴ്സികളുടെ ആരാധനാലയവും ആയിരുന്നു തെരേസാപ്പള്ളി എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഇരിക്കട്ടെ, ഇനി കോമൺ വർഷിപ്പിംഗ് പ്ലേസസ് കേരളത്തിൽ സാധാരണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശബരിമലയ്ക്കും ഒരു ബൗദ്ധ പാരമ്പര്യം അവകാശപ്പെടാം, അത് തെറ്റൊന്നുമില്ല. ബൗദ്ധം. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ഇംഗ്ലീഷുകാരുടെ പാഠപുസ്തകങ്ങളിൽ കൂടെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത ഒരു സെപ്പറേറ്റ് റിലിജിയൻ അല്ല ഈ ബുദ്ധമതം. അതായത് വെള്ളം കടക്കാത്ത ഒരു കമ്പാർട്ട്മെൻ്റ് ആയിരുന്നില്ല അന്നത്തെ ബുദ്ധമതം. ഒരുമിച്ച് ഇന്റർ റിലേറ്റഡ് ആയിരുന്നു. സ്വാമി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞത്? വളരെ കൃത്യമായി പറയുന്നുണ്ട്. ബുദ്ധമതം എന്ന് പറയുന്നത് റിബൽ ചൈൽഡ് ഓഫ് ഹിന്ദുയിസം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പരസ്പരം ഉണ്ടായിരുന്നു. പക്ഷേ ചില വ്യത്യാസങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് വൈദിക ആചാരങ്ങളെ ബുദ്ധമതം അംഗീകരിക്കുന്നില്ല. അതായത് യാഗങ്ങളെ അംഗീകരിക്കുന്നില്ല. ശ്രീകൃഷ്ണനും യാഗത്തെ അംഗീകരിക്കുന്നില്ല. ശ്രീകൃഷ്ണൻ യാഗത്തിന് അനുകൂലമല്ല. പക്ഷേ പിന്നീട് ഒരു പാൻ ഇന്ത്യൻ രീതിയിലേക്ക് ഹിന്ദുയിസത്തിൽ ഒരു യൂണിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പം വൈഷ്ണവ മതവും ശൈവമതവും ഇതെല്ലാം ഹിന്ദുയിസത്തിൻ്റെ പല ഭാഗങ്ങളായിരുന്നെങ്കിലും പിന്നീട് അതെല്ലാം കൂടി ഒന്നാവുകയാണ്. ബുദ്ധമതം അതേപോലെ പുനർജന്മത്തിലും ബുദ്ധമതം അതുപോലെ പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഹീനയാനത്തിൻ്റെയും മഹായാനത്തിൻ്റെയും കാലം കഴിഞ്ഞതോടുകൂടി വജ്രയാനം വന്നപ്പോൾ ബുദ്ധമതം ശിവനെ അംഗീകരിച്ചു. ബുദ്ധമതത്തിലെ അവലോകിതേശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. അവലോകിതേശ്വരൻ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശിവൻ തന്നെയാണ്. അവലോകിതേശ്വരൻ്റെ ഫെമിനൈൻ എനർജിയാണ് താര ദുർഗയാണ്. ഈ അവലോകിതേശ്വരനെ തന്നെയാണ് ജൈനമതം ആദിനാഥൻ എന്ന് പറയും, അല്ലെങ്കിൽ ഋഷഭനാഥൻ എന്ന് പറയും. ഋഷഭം എന്ന് വെച്ചാൽ എന്താ? കാളയാണ്. നന്ദികേശ്വരനാണ് ഈ ജൈനരുടെ ഋഷഭനാഥൻ. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെല്ലാം കോമൺ ഡെയിറ്റീസാണ്. ഹിന്ദുത്വത്തിൽ ഇങ്ങനൊരു സമഗ്രത. അതെ, ഹിന്ദുത്വത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഭക്തനെ യഥേഷ്ടം അവൻ്റെ സങ്കല്പത്തിൽ ആരാധിക്കാം. ഏത് ദൈവത്തെയും. ഉദാഹരണത്തിന് ദൈവത്തെ പിതാവായിട്ട് വേണമെങ്കിൽ സങ്കല്പിക്കാം. മഹാദേവൻ പിതാവാണ്. അപ്പൻ, ഏറ്റുമാനൂർ അപ്പൻ, ശ്രീകണ്ഠേശ്വരത്ത് അപ്പൻ, എല്ലാം അപ്പനാണ്. പെരുമാളായിട്ട് സങ്കല്പിക്കാം. തിരുനെല്ലി പെരുമാൾ വിഷ്ണുവാണ്. ചക്രവർത്തിയായിട്ട് സങ്കല്പിക്കാം. ശാസിക്കുന്നവനായിട്ട് സങ്കല്പിക്കാം, ശാസ്താവ്. അമ്മയായിട്ട് സങ്കല്പിക്കാം, ദുർഗ മാതാവ്, ഇല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യവും കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില വ്യത്യാസങ്ങൾ
ബുദ്ധമതവും അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ സനാതനധർമ്മവുമായിട്ട് ഉണ്ട്. അതിൽ പ്രധാനമായിട്ടൊന്നാണ് പുനർജന്മത്തിൽ. ബുദ്ധൻ്റെ കാലത്ത് വിശ്വാസമില്ലെങ്കിലും മഹായാനത്തിൻ്റെ കാലം വന്നപ്പോഴത്തേക്കും പുനർജന്മത്തിൽ വിശ്വാസം. ബോധിസത്വന്മാർ പൂർണ്ണത ബുദ്ധപദം പ്രാപിക്കാതെ പിന്നീട് വീണ്ടും പുനർജനിക്കുമെന്ന് പറയുന്നുണ്ട് ജാതക കഥകളിൽ. അപ്പോൾ ജാതക കഥകളിലേക്ക് വന്നപ്പോഴത്തേക്കും പുനർജന്മം അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ ജൈനമതത്തിൽ യാപനീയ സെക്റ്റ് വന്നപ്പോഴത്തേക്കും ജൈനമതം ഹിന്ദുമതത്തിനോട് വളരെ അടുത്തു. ഇപ്പോൾ വയനാട്ടിലുള്ള ജൈനമതക്കാർ പതിവായിട്ട് പോകുന്ന അമ്പലങ്ങളിലൊന്ന് ഗുരുവായൂരാണ്. അതാണ് വീരേന്ദ്രകുമാറൊക്കെ സ്ഥിരം. വീരേന്ദ്രകുമാറിൻ്റെ കഴുത്തിൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് ഒരു ക്ഷേത്രങ്ങളിലും പോകുമായിരുന്നു. അതെ. അതേ സമയത്ത് കൽപ്പറ്റയിലെയും മാനന്തവാടിയിലെയും തീർത്ഥങ്കരന്മാരുടെ അവിടെയും പോകും. അത് വേറെ കാര്യം.